ചമി തളാപ്പ് മേഖലയിലുണ്ട്. വനം പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് കയറിപ്പോയി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ സൂചന. ഈ പ്രദേശമാകെ പോലീസ് വളഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് വിവരം ലഭിക്കുന്നു. ഇനി കൃത്യമായി സ്ഥിരീകരിച്ച വിവരമായി പിടിയിലായി എന്നത് നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ആ വിവരം ലഭ്യമാകുന്നവർക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. പറയൂ സാറ്. ചേട്ടാ, CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും കാണാൻ കഴിയുന്നു? CCTV ദൃശ്യങ്ങൾ ഗോവിന്ദച്ചാമി നടന്നു നീങ്ങുന്ന തളാപ്പിലെ DCC ഓഫീസിന് സമീപമുള്ള മെഡിക്കൽ ഷോപ്പിലെ CCTV ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ നമ്മൾ കാണിച്ച ആ വനപ്രദേശം, കാട് പിടിച്ച പ്രദേശം എന്നത് ഇതിന് നേരെ തൊട്ട് പിറകിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം വിട്ട് കൂടുതൽ സമയമൊന്നും തന്നെ ഗോവിന്ദച്ചാമിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി CCTV ദൃശ്യങ്ങളുടെയും അതുപോലെ തന്നെ ദൃക്സാക്ഷി വിവരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി വരുന്ന ഓരോ നിമിഷങ്ങളിലും ഇവിടെ തിരച്ചിൽ നടക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ ഷോപ്പ് പരിസരത്തേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അവർ ആ ഒരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയമൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് ഇവിടെ അതെ, പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ കാണിക്കുന്ന വ്യക്തി ഗോവിന്ദച്ചാമി തന്നെയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാൻ കഴിയുന്നു, നേരത്തെ ആളുകൾ അവരുടെ ആ ഒരു ചിത്രങ്ങൾ കണ്ടുള്ള പരിചയം കൊണ്ട് മാത്രം പറഞ്ഞ അത് ഗോവിന്ദച്ചാമിയാണെന്നുള്ള ആ സംശയം ഇപ്പോൾ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. നമ്മളോടൊപ്പം ഇവിടെയുള്ള കുറച്ച് ജീവനക്കാർ ചേരുന്നുണ്ട്. കണ്ടിരുന്നു? നമ്മൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു 9:15 ആയെന്ന് തോന്നുന്ന സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്നേരമാണ് പിന്നെ ഒരു ലൈറ്റ്, ഒരു ചാണകപ്പച്ചോതൊരു പാൻറ്റും ഒരു കീറിയ ഷർട്ടും ഇട്ടിട്ട് തലയിലെന്തോ ഇങ്ങനെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ? അല്ലല്ല, മുടിയെല്ലുണ്ട്, കുറച്ച് ഡാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നോക്കിയിട്ടാണ് അയാൾ പോവുകയും ചെയ്തത്. കൈ മറച്ചു വെക്കാനായി കൃത്യമായ അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. തലയിൽ ഒരു ഭാരം ചുമക്കുന്നത് പോലെ അത്തരത്തിൽ ഒരു കെട്ട് തലയിൽ ഒരു ഭാണ്ഡം ചുമക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലേക്ക് കൈ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു രീതിയിലാണ് ഗോവിന്ദച്ചാമി ഈ പാതയിലൂടെ നടന്നു നീങ്ങിയത് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോത്തി.